ഹലോ, അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു ഫിലിമിന് പോവുകയാണ്. കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു എമ്പുരാന് പോണത്. അപ്പോൾ ലാലേട്ടൻ്റെ എമ്പുരാൻ കണ്ട എന്തായാലും മമ്മൂക്കയുടെ ബസ്സൊക്കെ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിരൂർ ഗയാമിലാണ് പോയത്. ഞാനും ഉമ്മയും കുഞ്ഞും പിന്നെ എൻ്റെ അനിയനും ഒക്കെ കൂടെയാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ഓൺലൈനിൽ നമ്മൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് വേഗം കയറാൻ പറ്റി. നമ്മളടുത്താണ് തിരൂർ ഗയാം തിയേറ്ററെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. കുറേ മുന്നേ പോയിരുന്നു. പിന്നെ ഇത് വീണ്ടും റീവർക്കൊക്കെ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് പോണത്. ഒന്നെങ്കിൽ വളാഞ്ചേരി അല്ലെങ്കിൽ എടപ്പാൾ, അവിടെ പോലുള്ളൂ. കുറേ കാലത്തിന് ശേഷമാണ് ഗയാമിൽ പോണത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ പടം തുടങ്ങിയിട്ടില്ല. അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് സ്നാക്സ്, പോപ്കോൺ, അതുപോലെ ചിപ്സ്, ലൈസ്, ഇങ്ങനത്തെ കുറച്ച് ഡ്രിങ്ക്സ് അതൊക്കെ വാങ്ങിച്ച് അതിനുശേഷം ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മൾ ചെന്നപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഏറ്റവും ടോപ്പിലായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ബാൽക്കണി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഒരുപാട് സീറ്റിംഗ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറിയോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇതാ ഫിലിം തുടങ്ങി. പിന്നെ മമ്മൂക്കയുടെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫിലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഇഷ്ടമായില്ല കേട്ടോ. ഒരു കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. അങ്ങനെ ഇൻ്റർവെൽ ടൈമിൽ ഞങ്ങൾ വീണ്ടും പോപ്കോണൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ജുവിയുടെ ചെറിയ പോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 4:30 ഷോക്കാണ് പോയത്. അപ്പോൾ 7:30 ആയപ്പോഴത്തേക്കും ഫിലിം കഴിഞ്ഞ്. അങ്ങനെ ഏതായാലും രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളിത് അവിടെ കലീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിലാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡിന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കുഞ്ഞും ഉമ്മയും ഒരു സൂപ്പ് പറഞ്ഞിരുന്നു. ഇമ്മ മട്ടൻ സൂപ്പും കുഞ്ഞു ചിക്കൻ സൂപ്പുമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തതല്ലാണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. കാരണം പൊതുവേ അതൊക്കെ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ മെയിനായിട്ട് എത്തി. അപ്പം ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടമാണ് പറഞ്ഞിരുന്നത്. പിന്നെ അങ്ങനെ ഓരോന്ന് അൽഫാമും പൊറോട്ടയും മാംഗോ ഫിഷ് കറിയും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ എൻ്റെ ഫുഡ് വേഗം കഴിക്കാൻ തുടങ്ങിയിട്ടാ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാനൊരു ഫ്രൂട്ട് സലാഡും കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ, ഒരു ആവറേജ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.